സോ എല്ലാവർക്കും ബ്രോസ്റ്റേ മറുപടിയിൽ സ്വന്തം സമച്ചമാരെ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണം. നമ്മളെ ആട് 3ന്റെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞത് എന്താണ് സംഭവം എന്നൊന്നും എനിക്കറിയില്ല. ആട് 3ന്റെ ഒരു വീഡിയോ ആണെന്നാണ്. അതായത് എന്തോ സീൻ 1 എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ, ഒരു യൂഷ്വൽ എന്തോ ഒരു വീഡിയോ അത്രേ ഞാൻ കണ്ടോളൂ. സത്യം പറഞ്ഞാൽ ഇതെന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. മൂവി സീനാണോ എനിക്ക് ഒരു പിടുത്തവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നലെ എന്തോ സംഭവിച്ചു, അത് അവരെടുത്ത് കാണിച്ചേക്കാണ്. നമുക്ക് ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ വേണ്ടി കണ്ടുനോക്കാം. ഇന്നലെ എന്തോ സംഭവിച്ചു. തള്ളിക്കൊണ്ടിരിക്കാണ്ട് കുഞ്ഞപ്പനാച്ചാൻ കാര്യം എന്നാ കാര്യം കേട്ടോ. നിന്റെ അസംബ്ലിങ് ശരിയാവാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നിന്റെ ഡിസ്മാൻഡ്ലിങ് ശരിയല്ല. ആദ്യം ഡിസ്മാൻഡ്ലിങ് സ്പീഡാക്കാൻ പഠിക്കണം, എന്നാലേ അസംബ്ലിങ് ശരിയുള്ളൂ. മനസ്സിലായോ? ഞങ്ങളുടെ ഡിസ്മാൻഡ്ലിങ്ങും അസംബ്ലിങ്ങും ഒക്കെ ശരിയാണ്. ഇതൊന്നും അല്ലടാ, ആശാന്റെ വർക്ക് ബാഡാണ്. ഇതെന്താ അവർക്കൊന്നും മനസ്സിലാവത്തെ? അള്ള പാപ്പനും പിള്ളേരും അല്ല, പാപ്പന്റെ വണ്ടിയാണ്. ഞാനാ ചാച്ചി പാപ്പന്റെ സിനിമ സീനല്ലേ, ഇപ്പഴേ ഇറക്കും അങ്ങനെയൊക്കെ. എപ്പിക്ക് കേട്ടാ. അടിക്കണ കാര്യം, ആടിന്റെ നൊസ്റ്റാൾജിക് ഫീൽ അടിക്കണത്. അള്ളേ എന്തോ ഒരു തരിപ്പൊക്കെ പോലെ. കുഞ്ഞപ്പന്റെ കൈയർത്തത് റിവഞ്ച് എടുക്കാൻ വന്നേക്കണ. റിവഞ്ച് ഒരു ലിറ്ററും 10 പേരും ഒന്നും നടക്കുന്ന കേസല്ല കേട്ടോ. എന്നാ ചേട്ടൻ വരട്ടെ. ഉണ്ടോ? ശ്രീകാന്ത് വെട്ടിയാറ് ശവപ്പെട്ടി ഒരെണ്ണം മുന്തിയത്. ഒറിജിനൽ. ആരാ ഏട്ടാ ഈ കുഞ്ഞപ്പൻ? കുഞ്ഞപ്പൻ ആരേലും ആട്ടെ, പക്ഷെ മുകളിലോട്ട് പോയതൊരു മഹത് വ്യക്തിത്വം. ഇനിയിപ്പം 1 ലിറ്റർ നിർത്തണ്ട, ഒരു 10 ലിറ്റർ എടുത്തല്ലേ. ആയിക്കോട്ടെ. എന്നാലും ആരാ ഈ കുഞ്ഞപ്പൻ? കുഞ്ഞപ്പൻ കുഞ്ഞമ്മടെ കെട്ടിയോൻ. അമ്മ ഇന്നൊന്നത് കാണണില്ല. ഏറ്റവും സ്പീഡിൽ ഡിസ്മാൻഡ്ലിങ് അസംബ്ലി ചെയ്യുന്നത് ആരാന്ന് നോക്കാം. ഓക്കെ സെറ്റ്. അപ്പൊ നോക്കാം. Ready? ഇതാണ് ആശാൻ. ആ നീയാ അസംബ്ലി കഴിഞ്ഞ് ചോദിക്കുമ്പോ പൊട്ടിക്കാൻ ആളെ കിട്ടില്ലടാ. നീ എന്തോടെ ഇതെന്ത് ഹാൻസപ്പാടാ? ഹാൻസപ്പ് തന്നെ 2 കൈ മതി കേട്ടാ, മറ്റേ കൈ മതില്ല. എന്താ എത്തിയിട്ട്? അത് പിന്നെ പെങ്ങളെനിക്ക് അതിന് ഇറച്ചി ഓട്ടിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഓർത്തു കുഞ്ഞപ്പം അവനെ ക്ഷണിച്ചില്ലോ എന്ന്. കുഞ്ഞപ്പാവൻ വന്ന് ഞങ്ങളുടെ വാപ്പയുടെ സ്ഥാനത്ത് നിന്നത് ഒന്ന് നടത്തി തരണം. അപ്പൊ തന്നെ ഇപ്പിള്ള വാപ്പയടാ. അത് ഞാൻ അങ്ങനെ എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മൂപ്പര് ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ കുഞ്ഞപ്പം മാവൻ വരില്ലേ? ഓഫ് കോഴ്സ്. അതെ വണ്ടി കൊല്ലല്ലേ അബോ. ഇവനെവിടെ പോയി? പിന്നെ കണ്ണാടി എല്ലാരും ഉണ്ടല്ലോ. സുഖം മക്കളെ? ഓ സുഖാണ് കുഞ്ഞപ്പൻ മാമ. മാമന് സുഖ. ശ്വാസമുണ്ട്. അപ്പൊ ചെന്നിട്ടില്ല. അബു, ഈ അവസരത്തിൽ പറയാൻ പറ്റുമെന്നറിയില്ല, നമുക്കൊരു മുട്ടം പണി വരുന്നുണ്ട്. ഇങ്ങനെയാണ് പിന്നെ കണ്ണാടി പൊട്ടണത്. എങ്ങനെ 2 പാർട്ടിലും പൊട്ടാൻ ഓരോ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഒരു വണ്ടിയും കൊണ്ടുവന്ന് അത് നിർത്തി അതിനാവശ്യമുള്ള ഇടികളൊക്കെ മേടിച്ച് കണ്ണാടി പൊട്ടിച്ചിട്ടുണ്ട്. സോ ശേഷം മറ്റന്നാൾ സ്ക്രീനിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതായത് എനിക്കും പറയാനുള്ളൂ, നമുക്കും ശേഷം മറ്റന്നാൾ സ്ക്രീനിന് ശേഷം ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാം.
ഇറ്റ് വാസ് എ ഫണ്ണി വൺ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സോ എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ഇതിനെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങൾ ആരൊക്കെ ആട് 3 വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നും താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ആട് 3 വെയിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ലൈക്ക് കൂടെ അടിക്കുക. ചാനൽ ഒന്ന് സബ് ചെയ്യില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ എന്തായാലും ഗൈസ് മാറ്റം നല്ല വീഡിയോയിൽ കാണുന്നവരെ ബൈ.